പ്രഖ്യാപിച്ചു BJP. എങ്ങനെയുണ്ട് ആ പട്ടിക? എല്ലാം 2 or 3 സ്ഥാനാർത്ഥികൾ ഒഴികെ എല്ലാം ദുർബലരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞ വോട്ട് കച്ചവടം, ആ കച്ചവടം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 2 സീറ്റിൽ മാത്രമേ ഒരു അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികളുള്ളൂ. അത് സുരേഷ് ഗോപിയും വി മുരളീധരനുമാണ്. ഇവൻ രാജീവ് ചന്ദ്രശേഖരന് പോലും തിരുവനന്തപുരത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. മിക്കവാറും ഇത്തവണ തിരുവനന്തപുരത്ത് മത്സരം LDFും UDF ആയിട്ടാണ്. എന്നാൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള ചില സാധ്യതകൾ ഇവിടെ CPM ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിന് പകരം ഹോൾസെയിലായിട്ട് BJPക്കാർ CPMനെ സഹായിക്കാൻ പോകാൻ. ഇന്നലെ ഈ BJP നേതാവ് വടകരയിൽ പറഞ്ഞത് വടകര ചുമക്കുന്നതാണ്. അപ്പോൾ തന്നെ കള്ളി പുറത്തായി. പക്ഷെ ഇതൊന്നും ഇവിടെ ചിലവാവില്ല. ഞങ്ങളിതൊക്കെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നീങ്ങുന്നത്. ഏതായാലും BJPയുടെ സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ അവരുടെ നേതാക്കളും പ്രവർത്തകരും തന്നെ ഇതിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുക. അനിൽ ആൻ്റണിക്ക് കിട്ടുന്ന വോട്ട് കൃത്യമായിട്ട് BJP നേതാവ് പറഞ്ഞ് 1 ലക്ഷം കിടക്കില്ലാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ 2.5 ലക്ഷം വോട്ട് കിട്ടിയ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ വോട്ടിൻ്റെ കണക്ക് ഇപ്പോൾ നേതാക്കന്മാർക്ക് തന്നെ അറിയാം. ബാക്കി എവിടെ പോകണമെന്നുള്ളതാണല്ലോ നോക്കണ്ടേ. ഏതായാലും നോക്കാം. ഈ വടകരയിലെ സ്ഥാനാർത്ഥി ദുർബലനാണ്. ഞാനിപ്പോഴാണ് ഒരു പേര് കേൾക്കുന്നത്. അദ്ദേഹം ഈ ഇലക്ഷൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ കക്ഷി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലായിരുന്നു. പിന്നെയാണ് ഇവിടെ എത്തിയത്. ആലപ്പുഴയ്ക്കാണ് പോയി. അതാണ് പറഞ്ഞത്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഏതായാലും ഈ അഡ്ജസ്റ്റ്മെന്റ് നടക്കാൻ പോകുന്നില്ല. ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് താങ്കൾ പറഞ്ഞ ഏത് സീറ്റാണ്? അങ്ങനെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിക്കാൻ ചാൻസ് ഉള്ളത് CPI മത്സരിക്കുന്ന സ്ഥലത്താണ് അക്കൗണ്ട് തുറക്കാൻ സാധ്യത. കാരണം തൃശ്ശൂർ ഉൾപ്പെടെ എൻ്റെ സഹായം CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ സുനിൽകുമാർ ആയതുകൊണ്ട് എന്തുമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് മാത്രമേ നോക്കണ്ടൂ. പക്ഷേ ഞങ്ങൾക്കൊരു കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രധാനമാണ് നമ്പർ 1. പിന്നെ നമ്പർ 2ഉം 3ഉം ആരാണ് അവർ തീരുമാനിച്ചോട്ടെ. അല്ല, CPM ദേശീയ മുന്നണിയിൽ അല്ല ഇന്ത്യ സഖ്യത്തിലുണ്ട്. ആരും ഏകോപന സമിതിയിലുണ്ടോ? ബാക്കി എല്ലാവരും ഉണ്ട്. CPI ഉണ്ട് ഏകോപന സമിതി, CPM ഇല്ല. അപ്പോൾ അതുകൊണ്ട് CPMന് ഇന്ത്യ സഖ്യത്തിൻ്റെ ആളായിട്ട് കാണണ്ട. ഞങ്ങൾക്ക് പ്രഖ്യാപനം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് വളരെ ഒരു പ്രയാസമില്ല. ഞാൻ ഡെയിലി അവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെന്താ ഔദ്യോഗിക പ്രഖ്യാപനം? ഞാൻ 10ാം തീയതി കൺവെൻഷനാണ്. അതിനു മുമ്പ് പ്രഖ്യാപനം വരുന്നതാണ് പ്രതീക്ഷ. കണ്ണൂരും വയനാട് ഇപ്പോഴും മനുഷ്യത്വം തുടരുന്നുണ്ട്. അല്ല, അത് പറഞ്ഞല്ലേ, എല്ലായിടത്തും കംപ്ലീറ്റ് ആവില്ല. 2-3 സ്ഥലം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇലക്ഷനെ ബാധിക്കില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്നാ ഇലക്ഷൻ ആർക്കെങ്കിലും അറിയൂ? ഇപ്പം മെയ് അവസാനമാണെങ്കിലോ ഈ തുടങ്ങിയവരുടെയൊക്കെ അവസ്ഥ ഉണ്ടാവും. ഇപ്പം തന്നെ നല്ല ചൂടാണ്. ഈ ചൂടത്തൊക്കെ ഇപ്പോൾ തുടങ്ങിയൊരു മെയ് അവസാനമാണ് ഇലക്ഷനെങ്കിൽ ഈ എടുത്ത പണിയൊക്കെ വെള്ളത്തിലാവില്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പ് ഡേറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. ഡേറ്റ് 12ാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 12ാം തീയതിക്ക് മുമ്പ് വരുന്ന പ്രശ്നവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇത്ര തിരക്കിട്ടിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഫീൽഡിൽ ഇറക്കേണ്ട ഒരു അവസ്ഥ. ഞങ്ങളെല്ലാവരും ഫീൽഡിലുണ്ടല്ലോ. ആലപ്പുഴയിലും UDFന് നല്ല സെറ്റപ്പ് ഉണ്ട്, കണ്ണൂരിൽ നല്ല സെറ്റപ്പ് ഉണ്ട്. പിന്നെ MV ജയരാജൻ ആയതുകൊണ്ട് ആര് തലേന്ന് കൊണ്ട് നിർത്തിയാലും ജയിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് എന്തിനാ ഞങ്ങൾക്ക് ഒട്ടും പറയിടല്ല. കാത്തിരുന്ന അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് വ്യക്തിപരമാണ്. അത് വ്യക്തിപരമാണ്. അത് പള്ളി കമ്മിറ്റിക്കാരാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്. അതൊന്നും രാഷ്ട്രീയ വിഷയമാക്കേണ്ട കാര്യമില്ല. ഇഷ്ടംപോലെ ഉണ്ടല്ലോ നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാൻ. BJPയുടെ ജനവിരുദ്ധ നയങ്ങൾ, സുരേഷ് ഗോപിയുടെ അവിടെയുള്ള പ്രവർത്തനങ്ങളും വൺമാൻ ഷോ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യണമല്ലോ. അതൊക്കെ ചർച്ച ചെയ്യും. പക്ഷേ കിരീടം കൊടുക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെക്കുറിച്ച് നമ്മൾ വിവാദം ഉണ്ടാക്കണ്ട. അത് പള്ളി കമ്മിറ്റിക്കാരാണ് തീരുമാനിക്കേണ്ടത്. കൊടുത്തതിൽ സ്വർണ്ണം എത്രയുണ്ട്, മറ്റേ ചെമ്പ് എത്രയുണ്ടെന്നുള്ളത് അത് അവർ പറഞ്ഞോട്ടെ. അത് തൃശ്ശൂരാണ് കുറേ കൂടെ സാധ്യതയുള്ളത് വോട്ട് പറയാം. പക്ഷേ ഞങ്ങൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ നമ്പർ 1 എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. CPM ഇങ്ങനെ BJPക്ക് വോട്ട് മറിക്കുമെന്ന് ആരോപിക്കുമ്പോൾ കൂടിയല്ലേ അവർ പരാജയപ്പെട്ടു? അതെ, CPIയും പരാജയപ്പെട്ടാൽ അവർക്ക് അവരുടെ സീറ്റ് മാത്രമല്ലേ നോക്കണ്ടൂ. എല്ലാ സമയത്തും CPM അങ്ങനെയല്ലേ, അവരുടെ കാര്യമല്ലേ നോക്കാറുള്ളൂ. ഘടകകക്ഷികളുടെ കാര്യം നോക്കാറില്ലല്ലോ. അത് അവരുടെ ശൈലിയാണ്.
അതുകൊണ്ടാണ് സൗദി പോലെ ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ കയറാത്തത്. ഞാൻ ചോദിക്കട്ടെ, അവർ ഏകോപന സമിതി ചേർന്നാൽ എന്താ കുഴപ്പം? എന്തുകൊണ്ടാണ് ചേരാത്തത്? ഇപ്പോൾ ഇന്നലത്തെ റാലി അല്ല മിഞ്ഞാന്ന് പാട്ന റാലി HED പങ്കെടുത്തല്ലോ. ഒരേ വേദിയിൽ ഇരിക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിൻ്റെ ഏകോപന സമിതിക്ക് അകത്ത് കയറിക്കൂടാ? അപ്പോൾ ഒരു സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെൻറ്റിന് വെച്ചിരിക്കുക, അത് കേരളത്തിന് വേണ്ടി.